ബിനോയ് വിശ്വം എങ്ങനെയാണ് ഈ നീക്കത്തെ കാണേണ്ടത്? ഇതിപ്പോൾ തുടർച്ചയായി ഈ തരത്തിലേക്ക് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളെ, തങ്ങളുടെ പ്രതിയോഗികളെ വേട്ടയാടുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇ ഡി. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും പരാജയ ഭീതി പൂണ്ട BJP അതിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ നിശബ്ദരാക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ വേണ്ടിയുള്ള പദ്ധതി തുടങ്ങുകയാണ്. ഇതൊരു മോദി ഗവൺമെന്റിന്റെ ഏറ്റവും ദുർബലമായ നിമിഷത്തേക്കുള്ള തീരുമാനമായിരിക്കും. കാരണം ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതെല്ലാമുള്ള ശിക്ഷ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത് ബാലറ്റ് പേപ്പറിൽ കൂടി ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അഴിമതിയാണ് വിഷയമെങ്കിൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിയല്ലേ ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ ഏറ്റവും വലിയ തോതിൽ എല്ലാത്തരം അഴിമതിക്കും കളമരച്ചിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ച് ആ വെളുപ്പിച്ച കള്ളപ്പണം BJPയുടെ പെട്ടിയിലേക്ക് എത്തിച്ച രാഷ്ട്രീയ അഴിമതിയല്ലേ മോദി കാണിച്ചത്. ആ അഴിമതിയുടെ മഹാരാജാവിനെ വെറുതെ വിട്ടുകൊണ്ട് ആ രാജാവ് തന്നെ പറയുകയാണ്, ഞാൻ മാത്രം പരിശുദ്ധൻ, ബാക്കി എല്ലാവരും കുഴപ്പക്കാരും കളങ്കബാധിതരുമാണ്. കളങ്കത്തിന്റെ എല്ലാ ഇരിപ്പിടവും BJPയുടെ ആസ്ഥാനമാണ്. ആ BJPയുടെ ഗവൺമെന്റാണ് രാജ്യങ്ങളുടെ എല്ലാ അഴിമതിയുടെയും പ്രധാനപ്പെട്ട കാരണക്കാരും. അവരിപ്പോൾ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ആരും വിശ്വസിക്കുകയില്ല. എനിക്ക് പറഞ്ഞാൽ ജനങ്ങൾക്കിതെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നരേന്ദ്രമോദിയും BJPയും തയ്യാറായിക്കൊള്ളുക. ജനങ്ങൾ അവരെ ശിക്ഷിക്കും. അവർക്ക് കൊടുക്കേണ്ട പരാജയത്തിന്റെ അനുഭവം തീർച്ചയായിട്ടും കൊടുക്കും. തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ.